Okay, good morning everybody. ഇന്ന് നമ്മള് ന്യൂട്ടന്റെ സെക്കൻഡ് ലോയിലേക്ക് കടക്കുകയാണ് അല്ലെ. ഫസ്റ്റ് ലോ നമ്മൾ നേരത്തെ പഠിച്ചിരുന്നു. വാട്ട് ഈസ് ഫസ്റ്റ് ലോ? ഒന്ന് ഡിഫൈൻ ചെയ്യാൻ പറ്റുമോ ആർക്കെങ്കിലും? വാട്ട് ഈസ് ഫസ്റ്റ് ലോ ഓഫ് മോഷൻ? A body continues in its state of rest or uniform motion in a straight line until or unless an unbalanced external force act on it. അല്ലെ, ഒരു അൺബാലൻസ്ഡ് എക്സ്റ്റേണൽ ഫോഴ്സ് ആക്ട് ചെയ്യുന്നത് വരെ ഒരു ബോഡി അതിന്റെ സ്റ്റേറ്റ് ഓഫ് റെസ്റ്റിലോ അല്ലെങ്കിൽ യൂണിഫോം മോഷൻ ഇൻ സ്ട്രേറ്റ് ലൈനിലോ കണ്ടിന്യൂ ചെയ്യുന്നതാണ് അല്ലെ. അങ്ങനെയായിരുന്നു നമ്മുടെ ഫസ്റ്റ് ലോ ഓഫ് മോഷൻ നമുക്ക് പറഞ്ഞു തന്നിരുന്നത്. ഈ ഫസ്റ്റ് ലോ ഓഫ് മോഷനിൽ നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ മനസ്സിലാക്കി? വാട്ട് ഈസ് ഫോഴ്സ്? എന്താണ് ഫോഴ്സ്? അല്ലെങ്കിൽ ഒരു മോഷൻ അല്ലെങ്കിൽ ഒരു പൊസിഷൻ ചേഞ്ച് ഉണ്ടാക്കണം എന്നുണ്ടെങ്കിൽ, അതല്ലെങ്കിൽ മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ഒബ്ജക്റ്റിനെ റെസ്റ്റിലേക്ക് എത്തിക്കണം എന്നുണ്ടെങ്കിൽ ഒരു ഫോഴ്സ് ആ ബോഡിയിൽ ആക്ട് ചെയ്യണം എന്നും ആ ഫോഴ്സ് എങ്ങനെയുള്ളതായിരിക്കണം? അൺബാലൻസ്ഡ് എക്സ്റ്റേണൽ ഫോഴ്സ് ആയിരിക്കണം എന്നും ഫസ്റ്റ് ലോ നമുക്ക് പറഞ്ഞാണ്. പിന്നെയോ സോ ഹെൽപ് ടു ഡിഫൈൻ ഫോഴ്സ്. രണ്ടാമത്തെ എന്താ പറഞ്ഞു തന്നത്? വാട്ട് ഈസ് ഇനേർഷ്യ അല്ലെ. ഇനേർഷ്യ എന്താണെന്നും ഇനേർഷ്യക്കുള്ള എക്സ്പ്ലനേഷൻ തന്നതും ന്യൂട്ടൺസ് ഫസ്റ്റ് ലോ ആണ്. സോ നമുക്ക് ഏറ്റവും സിമ്പിൾ ആയിട്ട് പറയാം, ഫസ്റ്റ് ലോ ഡിഫൈൻസ് വാട്ട് ഈസ് ഫോഴ്സ് ആൻഡ് വാട്ട് ഈസ് ഇനേർഷ്യ. Now we are going to move or we are moving to the second law of motion, Newton's second law of motion. And what is the purpose of second law? Second law help us to calculate the acting force on a body. അപ്പോൾ അതെങ്ങനെയാണ് നമുക്ക് നോക്കാം. ആദ്യം നമുക്ക് എന്ത് ചെയ്യണം? ഫസ്റ്റ് ഓഫ് ഓൾ we have to define what is Newton's second law of motion. So look here, this is written on the board. Newton's second law of motion. The rate of change of momentum of a body is directly proportional to unbalanced external force acting on it. What is the rate of change of momentum of a body is directly proportional to the unbalanced external force acting on that body. അപ്പൊ ഒരു ബോഡിക്ക് ഉണ്ടാകുന്ന റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മൊമെന്റം എന്ന് പറയുന്നത് ആ ബോഡിയിൽ ആക്ട് ചെയ്യുന്ന അൺബാലൻസ്ഡ് എക്സ്റ്റേണൽ ഫോഴ്സിന് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആണ് എന്ന് പറഞ്ഞപ്പോ എന്ത് സംഭവം നോക്കണം അല്ലെ. നമ്മൾ ഒരു കാറ് മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു പ്രത്യേക വെലോസിറ്റിയിൽ നമ്മൾ അങ്ങനത്തെ പ്രോബ്ലം ഒക്കെ സോൾവ് ചെയ്താൽ തൊട്ട് മുമ്പ് മൊമെന്റം കാൽക്കുലേറ്റ് ചെയ്യുന്നിടത്ത് നമ്മളൊരു പ്രോബ്ലം സോൾവ് ചെയ്തതാണ്. 15 മീറ്റർ പെർ സെക്കൻഡ് സ്പീഡിൽ ഒരു കാറ് മുന്നോട്ട് മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പൊ ഡ്രൈവർക്ക് നല്ല റോഡാന്ന് തോന്നിയപ്പോ എന്ത് ചെയ്തു ഡ്രൈവറ്? he applied a force on the accelerator. Then what happens? Its velocity is increased from 15 meter per second to 30 meter per second. അല്ലെ, 15 മീറ്റർ പെർ സെക്കൻഡിൽ നിന്ന് 30 മീറ്റർ പെർ സെക്കൻഡിലേക്ക് അയാളുടെ വെലോസിറ്റി ഇൻക്രീസ് ചെയ്തു. അപ്പൊ എങ്ങനെയാണ് ആ 15 മീറ്റർ പെർ സെക്കൻഡിൽ നിന്ന് 30 മീറ്റർ പെർ സെക്കൻഡിലേക്ക് ആ സ്പീഡ് ഇൻക്രീസ് ചെയ്തത്? ഒരു ചേഞ്ച് ഇൻ മൊമെന്റം ഉണ്ടായില്ലേ? മൊമെന്റം ഇൻക്രീസ് ചെയ്തില്ലേ? അതിനുവേണ്ടി ഓടിച്ചുകൊണ്ടിരുന്ന ഡ്രൈവർ എന്തായത്? he applied a force on the accelerator അല്ലെ. അപ്പൊ ഒരു ഫോഴ്സ് അപ്ലൈ ചെയ്യുമ്പോഴാണ് അതിന്റെ വെലോസിറ്റി ഇൻക്രീസ് ചെയ്യുന്നത് അല്ലെങ്കിൽ മൊമെന്റം ചേഞ്ച് ചെയ്യുന്നത് അല്ലെ, മൊമെന്റം കൂടുക ചെയ്തത്. ആ ഒരു റിലേഷൻഷിപ്പ് ആണ് ന്യൂട്ടന്റെ സെക്കൻഡ് ലോ നമുക്ക് തരുന്നത്. ദ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മൊമെന്റം. ഇപ്പൊ നമ്മൾ പറഞ്ഞ കാറിനെ വെച്ച് നോക്കണേ, കാറിന്റെ സ്പീഡിലുണ്ടായ ആ വർദ്ധനവ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ദ അൺബാലൻസ്ഡ് എക്സ്റ്റേണൽ ഫോഴ്സ്. നമ്മൾ കൊടുത്ത ആ എക്സ്റ്റേണൽ ഫോഴ്സിന് പ്രൊപ്പോർഷണൽ ആണ്. ആക്സിലറേറ്റർ എന്ന് പറഞ്ഞാൽ എന്തായത്? ഫോഴ്സ് അങ്ങോട്ട് കൊടുക്കുക, അതേ ഡയറക്ഷനിലാണ് നമ്മൾ കൊടുത്തത്. അപ്പൊ എന്ത് ചെയ്തു? ആ ഫോഴ്സ് കൂടുതലായി, ഫോഴ്സ് കൂടുന്നതിനനുസരിച്ച് അയാളുടെ മൊമെന്റവും ഇൻക്രീസ് ചെയ്യുക ചെയ്തത്. അതേസമയം എന്റെ കാല് പിന്നെ ഒരു തൊട്ട് മുമ്പുള്ള പെഡലിലേക്കാണ് മാറുന്നതെങ്കിൽ തൊട്ട് മുമ്പത്തെ പെഡലാണ് ബ്രേക്ക് പെഡൽ അല്ലെ. ഈ ബ്രേക്ക് പെഡലിലാണ് ഞാൻ ഫോഴ്സ് അപ്ലൈ ചെയ്യുന്നതെങ്കിലോ അപ്പൊ കാറിന്റെ സ്പീഡ് കുറയുകയാണ് ചെയ്യുന്നത്. അപ്പൊ ഫോഴ്സ് ബ്രേക്ക് അപ്ലൈ ചെയ്യുന്ന ഫോഴ്സ് റെഡ്യൂസ് ചെയ്യാന്നുള്ളതാണ്. ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ നമ്മൾ ഫോഴ്സ് അപ്ലൈ ചെയ്യുന്നു.
അപ്പൊ ഓട്ടോമാറ്റിക്കലി ചേഞ്ച് ഇൻ മൊമെന്റം ഡിക്രീസ് ചെയ്യുന്നു അല്ലെ. അപ്പൊ അത് സ്ലോ ആകും അതിന്റെ വേഗത. അപ്പൊ അത് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ. അൺബാലൻസ്ഡ് എക്സ്റ്റേണൽ ഫോഴ്സ് കൂട്ടാനാണെങ്കിലോ അതേ ഡയറക്ഷനിലാണെങ്കിലോ എന്തും കൂടും, ചേഞ്ച് ഇൻ മൊമെന്റം ഇൻക്രീസ് ചെയ്യാണ് ചെയ്യുക. അതേസമയം ഓപ്പോസിറ്റ് ഡയറക്ഷനാണ് ഫോഴ്സ് അപ്ലൈ ചെയ്യുന്നതെങ്കിലോ ചേഞ്ച് ഇൻ മൊമെന്റം ഡിക്രീസ് ചെയ്യാണ് ചെയ്യുന്നത്. അപ്പൊ ആ ഒരു സംഗതിയാണ് നമ്മുടെ ന്യൂട്ടന്റെ സെക്കൻഡ് ലോ ഓഫ് മോഷൻ നമുക്ക് തരുന്നത്. ഇനി എങ്ങനെയാണ് ഇത് നമ്മളെ കാൽക്കുലേറ്റ് ചെയ്യാൻ സഹായിക്കുന്നത്? അപ്പൊ എന്ത് ചെയ്യണം? കാൽക്കുലേറ്റ് ചെയ്യാൻ സഹായിക്കണമെങ്കിൽ ഈ പറഞ്ഞ ലോ നമുക്കൊരു ഇക്വേഷൻ തരണം. നമ്മൾ ആ ഇക്വേഷൻ എങ്ങനെ കണ്ടെത്താം എന്നുള്ളത് നോക്കൂ. പറഞ്ഞിരിക്കുന്ന കാര്യം ഒരു റിലേഷൻ ആയിട്ട് എഴുതാം. റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് momentum is directly proportional. അതിനെ നമ്മൾ ഈ സിമ്പിൾ കൊണ്ട് സൂചിപ്പിക്കുക. ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ദ അൺബാലൻസ്ഡ് എക്സ്റ്റേണൽ ഫോഴ്സ്. റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മൊമെന്റം എന്താണ് നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട്. എന്താണത്? റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മൊമെന്റം എങ്ങനെയാ നമ്മൾ എഴുതിയിരിക്കുന്നത്? ഓർമ്മ ഉണ്ടോ ചെയ്തത്? എം ഇൻറ്റു വി മൈനസ് യു ബൈ ടി. നമ്മളൊരു പ്രോബ്ലം സോൾവ് ചെയ്തെടുത്തത് ഉപയോഗിച്ചിട്ടുണ്ട് ഈ റിലേഷൻഷിപ്പ്. ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു അൺബാലൻസ്ഡ് എക്സ്റ്റേണൽ ഫോഴ്സ്. അപ്പൊ നമ്മുടെ ഫോഴ്സ് എഫ് അല്ലെ. ഇത് ഓർമ്മയില്ലേ? ഇത് ഓർമ്മയില്ലെങ്കിൽ ഞാൻ ഒന്നും കൂടെ പറഞ്ഞു തരാം എങ്ങനെയാണ് റിലേഷൻഷിപ്പ് എന്നുള്ളത്. നോക്കുക, നമ്മൾ നേരത്തെ ഒരു കണക്കിൽ ചെയ്തതാണ്. എം വി മൈനസ് എം യു ബൈ ടി റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മൊമെന്റം കാണാൻ പറഞ്ഞ സമയത്ത് ഇത് തന്നെയാണ് ഞാൻ എഴുതിയത്. എം കോമൺ ആയതുകൊണ്ട് എമ്മിനെ ബ്രാക്കറ്റിന് പുറത്തേക്ക് എടുത്തു. വി മൈനസ് യു ബൈ ടി ഇസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു എഫ്. എന്താണ് വി മൈനസ് യു ബൈ ടി? Change in velocity divided by time or rate of change of velocities. What is rate of change of velocity? Yes, what is rate of change of velocity? It is acceleration. A is equal to v minus u by t. അപ്പൊ നമുക്ക് പിന്നെ അവിടെ അങ്ങനെ എഴുതേണ്ട കാര്യമില്ലല്ലോ. എം എ എന്ന് എഴുതിയ പോലെ മാസ് ഇൻറ്റു ആക്സിലറേഷൻ ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു എഫ്. അപ്പൊ ഇതൊരു പ്രൊപ്പോർഷണാലിറ്റി ആണ്. ഇതിനെ ഒരു ഇക്വേഷൻ ആക്കി മാറ്റുന്ന സമയത്ത് നമ്മൾ ഇതിന്റെ ഇടയിൽ എന്ത് ചെയ്യണം? ഇതിന്റെ ഇടയിൽ ഒരു കോൺസ്റ്റന്റ് വേണം. അപ്പൊ നമ്മൾ അത് എന്ത് ചെയ്യാണ്? എന്ന് ഞാനൊന്ന് റീഅറേഞ്ച് ചെയ്യുന്നു. എഫ് ഇസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു എം എ. കോൺസ്റ്റന്റ് കൊടുക്കുന്ന സമയത്ത് ഇസ് ഈക്വൽ ടു കെ എം എ. പിന്നെ കാൽക്കുലേറ്റ് ചെയ്ത് നോക്കിയപ്പോ കെയുടെ വാല്യൂ 1 ആണ്. അപ്പൊ 1 ഇൻറ്റു എം എ ഇസ് ഈക്വൽ ടു എത്രയാണ്? എം എ. അപ്പൊ നമുക്കൊരു ഇക്വേഷൻ കിട്ടി. അപ്പൊ ഫോഴ്സ് കാൽക്കുലേറ്റ് ചെയ്യാൻ നമുക്കൊരു ഇക്വേഷൻ തന്നത് ആരാണ്? ന്യൂട്ടൺ സെക്കൻഡ് ലോ ആണ് അല്ലെ. എന്തായിരുന്നു സെക്കൻഡ് ലോ പറഞ്ഞത്? റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മൊമെന്റം ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു അൺബാലൻസ്ഡ് എക്സ്റ്റേണൽ ഫോഴ്സ്. അപ്പൊ നമ്മൾ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മൊമെന്റത്തെ ഈ രൂപത്തിൽ എഴുതി, വിച്ച് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു എഫ്. റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മൊമെന്റം ഒന്ന് പരിശോധിച്ച് നോക്കിയപ്പോ എന്താണ്? v minus u by t, m into v minus u by t is directly proportional to f. v minus u by t എന്ന് പറഞ്ഞാൽ എന്താണ്? ഇറ്റ് ഈസ് ആക്സിലറേഷൻ. സോ നമ്മൾ അതിനെ റീപ്ലേസ് ചെയ്ത് m എന്ന് എഴുതി. സോ f is directly proportional to m. നമുക്ക് ഈ റിലേഷൻ കിട്ടിയാൽ മതിയോ? ഇക്വേഷൻ ആയിട്ട് കിട്ടണം. അപ്പൊ നമ്മൾ ഇക്വേഷൻ അറിയാൻ വേണ്ടി ഇതിന്റെ കോൺസ്റ്റന്റ് കൊടുത്ത് ഇതിനെ സമവാക്യമാക്കി മാറ്റി, ഇക്വേഷൻ ആക്കി മാറ്റി. f is equal to k into m. അപ്പൊ വാല്യൂസ് കൊടുത്തു നോക്കിയപ്പോ കെയുടെ വില എത്രയാ? 1 ആണ്. 1 ആവുമ്പോ പിന്നെ എന്താണ്? 1 കൊണ്ട് അതിനെ മൾട്ടിപ്ലൈ ചെയ്ത അതേ വാല്യൂ ആണ് നമുക്ക് കിട്ടുക. അപ്പൊ അങ്ങനെ നമ്മൾ ലാസ്റ്റ് എത്തി നിൽക്കുന്ന റിലേഷൻ ആണ് ഇത്. എഫ് ഇസ് ഈക്വൽ ടു എം എ. ആൻഡ് വൺ മോർ തിങ് യു ഹാവ് ടു റിമെമ്പർ ഈസ് യൂണിറ്റ് ഓഫ് ഫോഴ്സ്. യൂണിറ്റ് ഓഫ് ഫോഴ്സ് ഈസ് ന്യൂട്ടൺ. If a body of mass 1 kilogram
move with an acceleration of 1 meter per second square, 1 Newton of force is acting on that body. ഏതെങ്കിലും ഒരു ഒബ്ജക്റ്റ് മുന്നോട്ട് മൂവ് ചെയ്യുന്നു. ആ ഒബ്ജക്റ്റിന്റെ മാസ് 1 കിലോഗ്രാം. ഓക്കെ, അതേപോലെ തന്നെ അത് മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് അതിനുണ്ടാവുന്ന ആക്സലറേഷൻ ഇഫ് ഇറ്റ് ഈസ് 1 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ. അങ്ങനെയാണെങ്കിൽ ആ മൂവ് ചെയ്യാൻ വേണ്ടി ആ ഒബ്ജക്റ്റിൽ അപ്ലൈ ചെയ്യുന്ന ഫോഴ്സ് എന്ന് പറയുന്നത് എത്രയായിരിക്കും? ഇറ്റ് വിൽ ബി 1 ന്യൂട്ടൺ. ഓക്കെ, ക്ലിയർ? സോ ദിസ് ഈസ് അവർ ഇക്വേഷൻ. ഇനി നമുക്ക് എന്ത് ചെയ്യണം? ഈ ഇക്വേഷൻ ഉപയോഗിച്ച് ഒരു പ്രോബ്ലം എങ്ങനെയാണ് സോൾവ് ചെയ്യുക എന്നുള്ളതാണ് നോക്കേണ്ടത്. ഇപ്പൊ നോക്കൂ, നമ്മൾ ഇക്വേഷൻ പഠിച്ചു. നമുക്ക് ഇനി എന്ത് ചെയ്യണം? വി ഹാവ് ടു ലേൺ ഹൗ ടു കാൽക്കുലേറ്റ് ദ ഫോഴ്സ്. So two problems are given here. First one, a car of 500 kilogram move with an acceleration of 4 meter per second square. Find the force acting on it. ആ ബോഡിയിൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സ് എത്രയാണെന്ന് കാൽക്കുലേറ്റ് ചെയ്യാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ നമുക്കൊരു പ്രോബ്ലം തന്നു കഴിഞ്ഞാൽ നമ്മൾ എന്താ ചെയ്യുക? ആദ്യം തന്നിരിക്കുന്ന വാല്യൂസ് എടുത്തെഴുതും അല്ലെ? എന്തൊക്കെ വാല്യൂസ് ആണ് തന്നിട്ടുള്ളത്? സോ 500 കിലോഗ്രാം അല്ലെ, നമ്മുടെ പ്രോബ്ലത്തിൽ ഒന്ന് 500 കിലോഗ്രാം. ആൻഡ് വാട്ട് ഈസ് ദാറ്റ്? ഇറ്റ് ഈസ് മാസ് അല്ലെ, 500 കിലോഗ്രാം. ആൻഡ് അനദർ വാല്യൂ ഈസ് ഓൾസോ ഗിവൺ ഇൻ ദ പ്രോബ്ലം, 4 meter per second square. Unit is meter per second square. So it's acceleration. Acceleration എന്ന് പറഞ്ഞില്ലെങ്കിലും ആ യൂണിറ്റ് കണ്ടാൽ നമുക്കത് തിരിച്ചറിയാൻ പറ്റണം. മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ആണെങ്കിൽ ഇറ്റ് ഈസ് ആക്സിലറേഷൻ. ഓക്കെ, ഇനി നമ്മുടെ ഇക്വേഷൻ എന്താണ്? We are asked to calculate how much is the force, and our equation to calculate force is what? F is equal to ma. Ma means m into a. How much is m? 500 into how much is a? 4. 4 5s are 20. And how much? What is the unit of force? Newton. So how much is our answer? 2000 Newton. ക്ലിയർ അല്ലേ? ഓക്കെ അല്ലേ? അപ്പൊ നമുക്ക് വളരെ ഈസി ആയിട്ട് ഡയറക്റ്റ് ആയിട്ട് മാസും ആക്സിലറേഷനും തന്നു കഴിഞ്ഞാൽ നമുക്ക് ഈ ആൻസറിൽ എത്താൻ സാധിക്കും. ഓക്കെ, സെക്കൻഡ് പ്രോബ്ലം നോക്കുക. നമുക്ക് വേറൊരു പ്രോബ്ലം കൂടെ തന്നിട്ടുണ്ട്. അപ്പൊ അതുകൂടി നോക്കാം. A car was moving with a velocity 15 meter per second. Its velocity is increased to 55 meter per second within 5 seconds. If the mass of the car is 400 kilogram, find the force acting on it. അതാണ് ചോദ്യം. അപ്പൊ ഇവിടെ ആക്സിലറേഷൻ തന്നിട്ടില്ല, പക്ഷെ വേറെ കുറച്ച് കാര്യങ്ങൾ തന്നിട്ടുണ്ട്. അത് വെച്ച് വേണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? ആക്സിലറേഷൻ കാണാം. ഓക്കെ, അപ്പൊ രണ്ട് രീതിയിൽ നമുക്ക് ഈ പ്രോബ്ലം ചെയ്യാം. ഒന്നുകിൽ ആക്സിലറേഷൻ ഡയറക്റ്റ് ആയിട്ട് നമ്മുടെ ഇക്വേഷൻ അപ്ലൈ ചെയ്ത് കാണാം, അതല്ലെങ്കിൽ ആക്സിലറേഷൻ കണ്ടതിന് ശേഷം നമുക്ക് ഫോഴ്സ് കാൽക്കുലേറ്റ് ചെയ്യുകയും ചെയ്യാം. ഓക്കെ, അപ്പൊ തന്നിരിക്കുന്ന വാല്യൂസ് നമുക്ക് ആദ്യം ഒന്ന് എടുത്തെഴുതാം. 15 മീറ്റർ പെർ സെക്കൻഡ്. സോ എന്താണ് അതിന്റെ ഇനീഷ്യൽ വെലോസിറ്റി അല്ലെ? അപ്പൊ നമ്മൾ u is equal to 15 മീറ്റർ പെർ സെക്കൻഡ് അല്ലെ? തുടക്കത്തിൽ കാർ വാസ് മൂവിംഗ് വിത്ത് എ വെലോസിറ്റി 15 മീറ്റർ പെർ സെക്കൻഡ്. പിന്നെ എന്താ പറഞ്ഞത്? ഇറ്റ്സ് വെലോസിറ്റി ഈസ് ഇൻക്രീസ് ടു 55 മീറ്റർ പെർ സെക്കൻഡ്. അപ്പൊ അത് ഫൈനൽ വെലോസിറ്റി ആണല്ലോ, 55 മീറ്റർ പെർ സെക്കൻഡ്. ഇനിയോ ടൈം തന്നിട്ടുണ്ട് വിത്തിൻ 5 സെക്കൻഡ്സ്. അപ്പൊ ടിയും കൂടെ എഴുതാം നമുക്ക്, 5 സെക്കൻഡ്സ്. ഇനി എന്താ ഒരു കാര്യം കൂടെ പ്രോബ്ലം അതുകൂടി നമുക്ക് അങ്ങ് എടുത്ത് എഴുതിയേക്കാം. എന്താണ്? 400 കിലോഗ്രാം. മാസ് ഈസ് ഓൾസോ ഗിവൺ, ഇറ്റ് ഈസ് 400 കിലോ. ആൻഡ് അവർ ഇക്വേഷൻ, വിച്ച് ഈസ് അവർ ഇക്വേഷൻ? F is equal to ma. A നമുക്കറിയോ? ഇല്ല. നമുക്ക് എ വേറെ ഒന്ന് കാൽക്കുലേറ്റ് ചെയ്യാം. എയുടെ ഇക്വേഷൻ നമുക്കറിയാം അല്ലെ? എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം? A is equal to v minus u by t അല്ലെ? v minus u by t. അങ്ങനെ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ എന്താ വാല്യൂ കിട്ടുക? v എത്രയാണ്? 55 മൈനസ് 15 ഡിവൈഡ് ബൈ t എത്രയാ? 5 സെക്കൻഡ് അല്ലെ? 55 മൈനസ് 15
ഒന്ന് കുറച്ച് നോക്കി. 55 minus 50. 5 minus 5 0. 5 minus 1 4. So it is 40 divided by 5. എത്രയായിരിക്കും നമുക്ക് കിട്ടുക? 40 divided by 5. 5ന്റെ ടേബിൾ നോക്കിയാൽ അറിയാലോ എത്രയാണ്. എത്ര കിട്ടും? 8 അല്ലെ? 8 meter per second square. സോ നമുക്ക് ആക്സിലറേഷൻ ഇങ്ങനെ കിട്ടി. സോ ഇനി നമുക്ക് എന്താ, നമ്മുടെ ഈ പ്രോബ്ലത്തിൽ ആ വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ട പ്രശ്നമേ ഉള്ളൂ. ഹൗ മച്ച് ഈസ് ആക്സിലറേഷൻ? ആക്സിലറേഷൻ ഈസ് 8 meter per second square. So m 400 into a 8. 4 8s are 32. ഈ 2 zeros ഇറക്കി എഴുതി. Newton is the unit of force. 3200 Newton. ഇനി ഇത് നമുക്ക് നേരിട്ട് എയുടെ സ്ഥാനത്ത് v മൈനസ് u ബൈ ടി എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ടും ഈ പ്രോബ്ലം സോൾവ് ചെയ്യാം. ഇത് നിങ്ങൾക്ക് ബോധ്യപ്പെടാൻ വേണ്ടി ഞാൻ സെപ്പറേറ്റ് ചെയ്തു. ആക്സലറേഷൻ കണ്ടതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുകയാണ് ചെയ്തത്. ഇങ്ങനെയും ആവാം. അതല്ല v മൈനസ് u ബൈ ടി എന്നുള്ളത് എയുടെ സ്ഥാനത്ത് കൊടുത്ത് ഇവിടെ വെച്ചും നമുക്ക് അത് സോൾവ് ചെയ്ത് ഉത്തരത്തിലേക്ക് എത്താവുന്നതാണ്. എന്തായാലും നമ്മൾ ആക്സലറേഷൻ കാണണം. ഓക്കെ, അപ്പൊ ഈ രണ്ട് രീതിയിലാണ് ഫോഴ്സുമായി ബന്ധപ്പെട്ട പ്രോബ്ലം നമ്മളോട് ചോദിക്കുന്നത്. ഓക്കെ, ഈ രണ്ട് സാഹചര്യങ്ങളിലും വെഹിക്കിളിന്റെ സ്പീഡ് എന്ത് ചെയ്തത്? കൂടുകയാണ് ചെയ്തത്. ഓക്കെ, ഇനി മറ്റൊരു സാഹചര്യം നമുക്ക് നോക്കാം. ഓക്കെ, here is another problem. An object was moving with a velocity 40 meter per second. Suddenly, it reaches to rest within 4 seconds. If the mass of the body or object is 250 kilogram, find the force acting on it. So, initially it was moving. Suddenly, it reaches to rest. അപ്പൊ എന്ത് ചെയ്തു എന്നുള്ളതാണ്? ബ്രേക്ക് അപ്ലൈ ചെയ്തു എന്നുള്ളതാണ് അല്ലെ? എന്നിട്ട് നിൽക്കാൻ എത്ര സമയം എടുത്തു? It took 4 seconds to reach to the rest. And the mass of the object is also given 250 kilogram. Okay, so first of all we can take down the given things. നേരത്തെ ചെയ്ത അതേ പ്രോബ്ലം പോലെ തന്നെ. Here initial velocity, the object was moving with a velocity 40 meter per second. So initial velocity is 40 meter per second. Final velocity, how much is final velocity? How much is final velocity? It reaches to rest എന്നാ പറഞ്ഞ അല്ലെ? റെസ്റ്റിലേക്ക് എത്തുക എന്ന് പറഞ്ഞാൽ ഫൈനൽ വെലോസിറ്റി എത്രയായിരിക്കും? ഫൈനൽ വെലോസിറ്റി വണ്ടി നിൽക്കുകയാണ്. നിൽക്കുമ്പോൾ വെലോസിറ്റി എത്രയായിട്ട് മാറും? 0 meter per second അല്ലെ? പിന്നെ അത് മൂവ് ചെയ്യോ? വെലോസിറ്റി ഉണ്ടോ? ഇല്ല. Then how much time it took to reach that velocity or to rest? It took 4 seconds അല്ലെ? ടൈം തന്നു. And mass of the object is also given. M is equal to 250 kilogram. Okay. Then here also, first of all, we have to calculate the acceleration. A is equal to v minus u by t. V എത്രയാണ്? 0 minus 40 by 4. So minus 40 divided by 4 എത്ര തരും നമുക്ക്? minus 10 meter per second square. അല്ലെ? minus 12. Then F is equal to m into a, mass into acceleration. How much is mass? 250. How much is acceleration? minus 10. So 250 into 10, 2500 Newton. റിസൾട്ട് എത്രയാണ്? minus 2500 Newton. ഫോഴ്സ് മൈനസ് ആകുമോ? എന്താ അതിന്റെ അർത്ഥം? ഫോഴ്സ് ഒരിക്കലും മൈനസ് ആകുമോ? ഇല്ല, ഫോഴ്സ് ഒരിക്കലും മൈനസ് ആവില്ല. പക്ഷെ മൈനസ് സൈൻ എന്തിനെ സൂചിപ്പിക്കുന്നു? ദ ഫോഴ്സ് ഈസ് ആക്ടിങ് ഇൻ ദ ഓപ്പോസിറ്റ് ഡയറക്ഷൻ ഓഫ് ഒബ്ജക്ട്സ് മോഷൻ. ഒരു ഒബ്ജക്ട് മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്നതിന്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനാണ് എന്ത് സംഭവിക്കുന്നത്?
അതിൽ ഈ ഫോഴ്സ് ആക്ട് ചെയ്യുന്നത് എന്ന് ഡിനോട്ട് ചെയ്യുന്നതാണ് ഏത്, ഈ മൈനസ് സൈൻ. അപ്പം ഫോഴ്സ് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ആൻസർ എന്താവാം, മൈനസും ആവാം. അപ്പൊ അതിനുള്ള കാരണം എന്താണ്, ആ ഒബ്ജക്റ്റ് മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ് ഫോഴ്സ് ആക്ട് ചെയ്യുന്നത്. ഓക്കെ, ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. അത്തരം സാഹചര്യങ്ങളിൽ ആക്സിലറേഷനും എന്ത് തന്നെയായിരിക്കും, ആക്സിലറേഷനും നെഗറ്റീവ് ആയിരിക്കും. കാരണം എന്താ, മാസ് ഒരിക്കലും നെഗറ്റീവ് ആവില്ല. സോ ആക്സിലറേഷൻ നെഗറ്റീവ് ആവും, ഓട്ടോമാറ്റിക്കലി ഫോഴ്സും നെഗറ്റീവ് ആവും. ഓക്കെ, ഓർത്തിരിക്കും.